കോഴിക്കോട് MDMA കേസിൽ പിടിയിലായ യുവതി കായിക അധ്യാപിക മരുതോങ്കര സ്വദേശി KC കീർത്തനയാണ് ഇന്നലെ പേരാമ്പ്രയിൽ വെച്ച് പിടിയിലായത്. മുൻ കായിക താരം കൂടിയാണ് KC കീർത്തന. സൂംബ യോഗ പരിശീലകയായും നിരവധി സ്കൂളുകളിൽ ഇവർ പ്രവർത്തിച്ചിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ കീർത്തനയുടെ വലയിൽ കുടുങ്ങിയോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വടകരയിൽ മയക്കുമരുന്ന് ഇടപാടുകളിലെ സാമ്പത്തികം കൈകാര്യം ചെയ്തിരുന്നത് കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയെന്ന് കണ്ടെത്തിയിരുന്നു. അഭിജിത്ത് മുടക്കുന്നാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അഭിജിത്ത്, ഈ കീർത്തന ഈ ലഹരി ഇടപാടുകളിലെ ലേഡി ഡോൺ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇവരുടെ അക്കൗണ്ടിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ മാത്രം നടന്നിട്ടുള്ളത്. അപ്പോൾ ഏറെ നാളായി ഇവർ ഈ കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒരു സ്കൂൾ അധ്യാപികയായും സൂംബ യോഗ പരിശീലനത്തിനായി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇവർ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ ലഹരി കച്ചവടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ, വിദ്യാർത്ഥികളിൽ ലഹരി ഇവർ വിറ്റിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൂടി വരികയാണ്. ഇതെല്ലാം വിശദമായ ഒരു അന്വേഷണം ഇനി ഉണ്ടാകുമോ അഭിജിത്ത്? ഷിഹാസ്, അക്കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക്, പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് KC കീർത്തനയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഒരു കായിക അധ്യാപികയാണ് KC കീർത്തന. വടകര, പേരാമ്പ്ര മേഖല കേന്ദ്രീകരിച്ച് പല സ്കൂളുകളിലും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഈ KC കീർത്തന കായികാധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സൂംബ യോഗ പരിശീലക കൂടിയായിരുന്നു KC കീർത്തന. അങ്ങനെയും ആ വേഷത്തിലും നിരവധി സ്കൂളുകളിൽ KC കീർത്തന എത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഒരു കായിക താരം കൂടിയായിരുന്നു, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ ഒരു മികച്ച കായിക താരം കൂടിയായിരുന്നു KC കീർത്തന. അങ്ങനെയാണ് ഈ അധ്യാപക ജോലിയിലേക്ക് ഈ യുവതി എത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അങ്ങനെ ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് സഫാൻ എന്നൊരു യുവാവിനെ, വടകര സ്വദേശിയെ, റൂറൽ പോലീസ് MDMAയുമായി പിടികൂടുന്നത്. ഈ സഫാനെ ചോദ്യം ചെയ്തതിലൂടെയാണ് KC കീർത്തനയിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുകയും ചെയ്തത്. സഫാൻ അന്ന് പോലീസിന് നൽകിയിരുന്ന മൊഴി MDMA എത്തിച്ചു നൽകുന്നത് ഒരു സംഘമാണ്. മാത്രമല്ല ഈ KC കീർത്തന എന്ന യുവതിയുടെ അക്കൗണ്ടിലേക്കാണ് ആവശ്യക്കാർ, MDMA ആവശ്യമുള്ളവർ പണം അയച്ചു നൽകിയിരുന്നത്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം ഈ KC കീർത്തനയെ കേന്ദ്രീകരിച്ച് നടത്തുന്നു, ഇവരുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടക്കുന്നു. അങ്ങനെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 100 കണക്കിന് ആളുകൾ ഈ KC കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു നൽകിയിട്ടുണ്ട്. അത് ഈ മയക്കുമരുന്ന് ആവശ്യത്തിനാണ് എന്ന് കണ്ടെത്തുന്നതും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്നലെ പേരാമ്പ്രയിൽ വെച്ച് ഈ യുവതിയെ പിടികൂടുകയും ചെയ്യുന്നത്. ഇതിൽ ഗുരുതരമായൊരു വിഷയമുള്ളത് ഷിഹാസ്, സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു യുവതിയാണ്, കായിക അധ്യാപികയായി അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു യുവതിയാണ്. അതിനാൽ തന്നെ സ്കൂൾ കുട്ടികൾ കൂടി ഇവരുടെ ഈ വലയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നിരവധി സ്കൂളുകളിലാണ് ഇവർ ഇങ്ങനെ കായികാധ്യാപികയായി ജോലി ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ ഷിഹാസ് ചോദിച്ചതുപോലെ ഒരുപക്ഷെ സ്കൂൾ കുട്ടികൾ ഇവരുടെ വലയിൽപ്പെട്ടിട്ടുണ്ടോ, മയക്കുമരുന്ന് ആവശ്യത്തിനായി ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ, സ്കൂൾ കുട്ടികളെ ഇവർ ഈ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതൊക്കെ പോലീസിന്റെ പരിശോധനയിൽ അടുത്ത ദിവസം തന്നെ പുറത്തു വരികയും ചെയ്യും. ഒരുപാട് വലിയ, അതായത് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും മയക്കുമരുന്ന് ആവശ്യത്തിനായി KC കീർത്തനയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഷിഹാസ് പുറത്തു വരുന്നത്. ഈ KC കീർത്തനയെ നിലവിൽ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി അഭിജിത്ത്, ഇത്തരത്തിൽ ലഹരിയുമായി അടുത്തിടപഴകുന്ന, ലഹരി കച്ചവടത്തിൻ്റെയൊക്കെ മുൻനിരയിൽ അണിനിരക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സ്കൂളുകളിലേക്ക് എങ്ങനെ എത്തുന്നു? അവർക്കായി യോഗ പരിശീലനത്തിനും അതോടൊപ്പം സൂംബ പരിശീലനത്തിനും കായിക അധ്യാപികയും ഒക്കെയായി സ്കൂളുകളിലേക്ക് എങ്ങനെ എത്താൻ കഴിയുന്നു എന്നുള്ള വിഷയത്തിൽ കൂടി വിശദമായ ഒരു അന്വേഷണം നടക്കട്ടെ.